അമ്പൂരിയിലാണ് സ്വർഗം ഉണ്ടെങ്കിൽ അത് ഇവിടെയാണ്. ഇപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ, ഒരു ട്രിപ്പ് പോയാലോ? വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്. നമ്മുടെ ഒരു രസകരമായ ഒരു യാത്രാ വ്ളോഗാണ്. കസിൻസുമായി അടിച്ചു പൊളിച്ചു ഒരു വൺ ഡേ ട്രിപ്പ്. ഒരുപാട് ദൂരെയൊന്നുമല്ല, നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരിയിലോട്ടാണ് ഈ യാത്ര. അവിടെ കുറച്ച് ഹിഡൻ സ്പോട്ടുകളുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് സെലക്ട് ചെയ്തെടുത്തതാണ് ഈ അമ്പൂരി. അമ്പൂരിയിൽ എന്താണ് ഇനി കാണാനുള്ളതെന്ന് കാണണ്ടേ? ആദ്യം പോകുന്നത് അമ്പൂരിയിലെ മാതാമലയിലോട്ട്. വെൽക്കം അവർ കസിൻസ് ഫാമിലി. ഞാൻ അമ്മു. ഇന്ന് ഈ കുടുംബ ഉല്ലാസ യാത്രയിൽ എത്തിച്ചേർന്ന ഓരോ ഫാമിലിക്കും എന്റെയും നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യാണ്. നമുക്ക് എല്ലാവർക്കും ഒന്ന് കൈയടിച്ച് സ്വാഗതം ചെയ്യാം. ഓരോ കുടുംബാംഗങ്ങളുടെയും പൂർണ്ണ സഹകരണവും കൂട്ടായ്മയും ഉണ്ടാവുമല്ലോ. ടെൻഷൻ നിറഞ്ഞ ഈ ലോകത്തിൽ എല്ലാം മതിമറന്ന് കുടുംബ ബന്ധങ്ങളോടൊപ്പം ഒരുമിച്ചൊരു യാത്ര, അതോടൊപ്പം ഒരു എൻജോയ്മെന്റും എന്നതാണ് ഈ യാത്രയുടെ ലക്ഷ്യം. എന്തിനായിരിക്കും ഈ ബസ് പിടിച്ചു പോകുന്നതെന്ന് അറിയാമല്ലോ. ദാ ഇതിന് തന്നെ ഇങ്ങനെ ആടിയും പാടിയും ആർത്തുല്ലസിച്ച് കളിക്കാനായിരുന്നു എല്ലാവർക്കും താല്പര്യം. അങ്ങനെ ബസ്സിൽ ഒരു രക്ഷയില്ലാത്ത ഡാൻസ് ആയിരുന്നു എല്ലാവരും. സത്യത്തിൽ ട്രിപ്പ് പോകുമ്പോൾ ഇതൊക്കെയല്ലേ ഒരു രസം. ജീവിതത്തിൻ്റെ തിരക്കിനിടയിലും എല്ലാവരും മതിമറന്ന് ആസ്വദിച്ച് കളിക്കുന്ന നിമിഷം അങ്ങനെ കിട്ടാറില്ല. ഇങ്ങനെ കിട്ടുന്ന അവസരങ്ങളൊക്കെ അങ്ങ് മാക്സിമം മുതലാക്കിക്കൊള്ളണം. കുഞ്ഞുങ്ങളവിടെ മര്യാദയ്ക്ക് ഇരിക്കുന്നല്ലോ, വലിയവർക്കാണല്ലോ ഇത്രയും ഡാൻസ് എന്നായിരിക്കും അല്ലേ ചിന്തിക്കുന്നത്. കുറച്ച് സമയം ഞങ്ങളും കുഞ്ഞുങ്ങളെ പോലെ ആയി. പിന്നെ അടുത്ത് കപ്പിൾസ് ഡാൻസ് ആയിരുന്നു കേട്ടോ. സത്യം പറയാലോ, മനസ്സിൽ ഇനി എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറി കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ആയിപ്പോയി കേട്ടോ. ഇത് ഞങ്ങൾ തന്നെ എന്ന് പോലും ഞങ്ങൾ ചിന്തിച്ചു പോയി. ഞങ്ങളിങ്ങനെ ഇതുവരെ ഇങ്ങനെയൊന്നും ഡാൻസ് ചെയ്യാറില്ല. ഇങ്ങനെ ഒരു ഗാങ്ങിൽ വന്ന് പെട്ടപ്പോൾ അങ്ങ് ഡാൻസും തുടങ്ങിയത്. കളിക്കാത്തവർ പോലും ഇവിടെ ഡാൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമായി. നല്ലൊരു ട്രിപ്പായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്പൂരിയിലെ മാതാമലയുടെ എൻട്രൻസിലെത്തി. പലർക്കും ഈ മാതാമല എവിടെയെന്നറിയില്ല. പ്രത്യേകിച്ച് അമ്പൂരിയിലുള്ള ആൾക്കാർക്ക് പോലും അറിയാത്തൊരു സ്ഥലമാണെന്നാണ് പറഞ്ഞത്. ഇത് കുരിശുമല പോകുന്ന വഴിക്ക് തന്നെയാണ്. കുരിശുമലയിലെ എൻട്രൻസിന് മുന്നേ ആയിട്ടാണ് ഈ മാതാമല വരുന്നത്. ഈ മലയുടെ മുകളിൽ കയറാൻ 2 കിലോമീറ്റർ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. 2 കിലോമീറ്റർ അല്ലേ, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് എല്ലാവരും നടന്നു തുടങ്ങി. സത്യം പറയാലോ, ഇത് 2 കിലോമീറ്റർ ആണോ എന്ന് പോലും ഡൗട്ട് തോന്നി. ഇന്ന് എത്ര നടന്നിട്ടും മലയുടെ അറ്റം കാണുന്നില്ല. പെട്ടുപോയ അവസ്ഥയായി. എല്ലാരും ആടിയും പാടിയും തകർത്തൊക്കെ വന്നു. ഇപ്പൊ ഇതാണ് പരുവം ഗൈസ്. പറ്റില്ല എന്ന് പറഞ്ഞവര് മുന്നിൽ പോയി, അല്ലാത്തൊരു ബാക്കിലായി. ഇങ്ങനെ ഒരു ട്രക്കിംഗ് ഈ ജീവിതത്തിൽ കയറിയിട്ടില്ല. 2 കിലോമീറ്റർ എന്ന് പറഞ്ഞത് ഇപ്പം ഞങ്ങൾ ഏകദേശം 3 കിലോമീറ്ററോളം അടുപ്പിച്ചായി. പിന്നെ എല്ലാവരും കയ്യിൽ ഒരു വടിയും കരുതി. പോകുന്ന വഴികളെല്ലാം ഇതുപോലെയാണ്. എല്ലാം കയറ്റമാണ്. നടന്നു പോകുന്ന സൈഡുകളിലെല്ലാം ഇതുപോലെ ഉരുളം കല്ല് നിറഞ്ഞ സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നടക്കാൻ നല്ല പോലെ പ്രയാസമായിരുന്നു. ആരും ഇതുപോലെ ഒന്നും നടന്നിട്ടില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എല്ലാവരും ഇങ്ങനെ കയറുന്നത്. കുറച്ച് സമയം റെസ്റ്റ് എടുക്കാതെ ഒറ്റ സ്റ്റെപ്പിന് ഈ മല കയറാൻ ആർക്കും സാധിക്കില്ല. അങ്ങനെ ഞങ്ങളും ഇടയ്ക്ക് വന്ന് ഒന്ന് റെസ്റ്റ് ചെയ്തു. ബാക്കിയുള്ളവരൊന്നും ഞങ്ങളുടെ അടുത്തെത്തിയില്ല. കുറേ കുട്ടികൾ മുന്നേ പോയി. അവർക്കൊന്നും യാതൊരു പ്രശ്നവുമില്ല. കുഞ്ഞുങ്ങളൊന്നും തളരാതെ മുന്നോട്ട് പൊയ്ക്കൊണ്ടേയിരുന്നു. എല്ലാവരുടെ കയ്യിലും ഇതുപോലെ ഒരു ഊന്നുവടിയും കൊടുത്തു. അത് കുത്തി നടക്കാൻ പിന്നെ അവർക്ക് എളുപ്പമായി. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ഈ മലയുടെ മുകളിലേക്ക് എത്തിച്ചേരാൻ പോവുകയാണ്. ഇനി ഒരു 100 മീറ്റർ കൂടെ ഉണ്ട്. അതുകൂടെ കയറി കഴിഞ്ഞാൽ നമ്മൾ മലയുടെ മുകളിലെത്തും ഗൈസ്. ഞങ്ങൾ കരുതി ഞങ്ങൾ മാത്രമായിരിക്കും ഈ മല കയറാൻ വന്നതെന്ന്. പകുതി വഴിയിൽ എത്തിയപ്പോൾ കുറച്ച് ഫാമിലീസിനെ കണ്ടായിരുന്നു. അവരൊക്കെ വെളുപ്പിന് 5 മണിക്ക് ഈ മല കയറിയെന്നാണ്. രാവിലത്തെ വൈബ് കാണാൻ ഒരു പ്രത്യേക ഭംഗി എന്നാണ് അവർ പറഞ്ഞത്. നമുക്ക് ഈ മല കയറി പരിചയമൊന്നും ഇല്ലല്ലോ. എല്ലാവരും ഇതുപോലെയൊക്കെയാണ് കയറുന്നത്. അങ്ങനെ നമ്മളിതിൻ്റെ ടോപ്പിൽ എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ. ടോപ്പെന്ന് പറഞ്ഞാൽ ഇതാണ് മാതാമല. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കൂനിച്ചുമല എന്നാണ് പറഞ്ഞത്. കുരിശുമലയും നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം. ഇതിൻ്റെ മുകളിൽ നിന്നാൽ വെള്ളറട മുഴുവനും കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 1.5 മണിക്കൂറോളം ഞങ്ങൾ ട്രക്കിങ്ങിനായിട്ട് എടുത്തു. ഇവിടെ വന്ന് കയറിയപ്പോൾ ഈ തണുത്ത അന്തരീക്ഷവും കാറ്റും ഒക്കെ കൊണ്ടപ്പോൾ എല്ലാവർക്കും ഒരു ആശ്വാസം. നമ്മൾ ഈ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ആടിപ്പൊളി വ്യൂ ആണ്. കട്ടയമോടം മടങ്ങി. പക്ഷേ ഇവിടെ മുകളിൽ കയറുമ്പോഴത്തേന് അത്രയും റിസ്ക് ആണ് കയറാനായിട്ട്. അപ്പൊ എന്തായാലും നമ്മൾ വന്നതല്ലേ, നമ്മൾ കയറിന്റെ മുകളിലെത്തി. ഇതിലൊക്കെ മുകളിലാണ് അപ്പുറത്തെ മല കാണുന്നത്. കുറച്ച് പേര് വരുന്നുണ്ട്. ട്രക്കിങ് പൂർത്തിയാക്കി
അവരുടെ മുഖത്ത് ആനന്ദം കാണാം മലമുകൾ താണ്ടിയതിന്റെ. ഇതാണ് മാതാമല. ഇതിന്റെ വ്യൂ ഒക്കെ ഒന്ന് നോക്കിയേ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. അപ്പൊ ഇതെല്ലാം എൻ്റെ കസിൻ്റെയൊക്കെ മക്കളാണ് കേട്ടോ. എങ്ങനെയുണ്ട് സ്ഥലമൊക്കെ? ഇത്രയും ദൂരം നടന്നെങ്കിലും ഇവിടെ എത്തിയപ്പോൾ എല്ലാവർക്കും സ്ഥലം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ജീവിതത്തിൽ ഇതുപോലെ ഒരു സ്ഥലം ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങൾ അങ്ങനെ ഭക്ഷണം കഴിക്കുകയാണ്. ഇതാ എല്ലാവരും അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. മല കയറി എല്ലാം ചത്ത അവസ്ഥയായിരുന്നു. എല്ലാവർക്കും നല്ല പോലെ വിശന്നു. പിന്നെ കയ്യിൽ ഭക്ഷണം കരുതിയിരുന്നു. അതുകൊണ്ട് വന്ന ഉടനെ തന്നെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. നമ്മളൊന്നും കഴിക്കാതെ ആയിരുന്നു രാവിലത്തെ യാത്ര. രാവിലെ വെളുപ്പിനെ 5:30 ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചതായിരുന്നു. എൻ്റെ ബാക്കിലുള്ള വ്യൂ ഒക്കെ ഒന്ന് നോക്കിയേ, എങ്ങനെയുണ്ട്? അമ്പൂരിയിലൊരു സ്വർഗം ഉണ്ടെങ്കിൽ അത് ഇവിടെയാണ്. ഈ മലയുടെ മുകളിൽ ഞങ്ങൾ വരുന്ന സമയത്ത് 2 പയ്യന്മാർ രാത്രി വന്ന് ടെൻ്റൊക്കെ അടിച്ച് അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെയാണ് അവർ മല ഇറങ്ങിയത്. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ യാത്രകളൊക്കെ ചെയ്യണം കേട്ടോ. വലിയ ബഡ്ജറ്റിലൊന്നുമില്ല. നമ്മൾ പോകുന്ന ഞാൻ പറഞ്ഞിട്ടില്ലേ, വലിയ ബഡ്ജറ്റിലൊന്നും ചെറിയ ബഡ്ജറ്റിലാണ്. നമുക്ക് ആൾക്ക് ഒരു 500 രൂപയ്ക്കകത്ത് ചിലവാകുന്നുള്ളൂ. കുട്ടികൾക്കെല്ലാം വളരെ ഹാപ്പിയാണ്. പിള്ളേരെല്ലാം വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. കാരണം നല്ലൊരു ട്രക്കിംഗ് ആയിരുന്നു. എല്ലാവരും ടയേർഡ് ആയെങ്കിലും ഇങ്ങനെ ടോപ്പിൽ വന്നപ്പോഴത്തേന് അതെല്ലാം മാറി. എല്ലാവരുടെയും ഫുഡ് ടൈം ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി കാറ്റ് കൊണ്ട് കുറച്ച് നേരം ഇരിക്കാം. എല്ലാവരും അവിടെ ഇവിടെ നിന്ന് ഫോട്ടോഷൂട്ടിൻ്റെ മോഡിലാണ്. അപ്പം നമ്മളും അങ്ങനെയൊക്കെ തന്നെ സമയം സ്പെൻഡ് ചെയ്ത് കളയുന്നത്. ഒരുപാട് രസമുണ്ട് കേട്ടോ. ട്രക്കിങ്ങിന് താല്പര്യമുള്ളവർ നേരെ ഇങ്ങോട്ട് പോരെ, ഒന്നും പേടിക്കണ്ട. ഇവിടെ വന്ന് ട്രക്കിംഗ് മാത്രമേ ഉള്ളൂ. കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. നല്ലൊരു വ്യൂ പോയിൻ്റ് കൂടെയാണ് കേട്ടോ. ഇതിനേക്കാളും ഹൈറ്റിലുള്ള മലയെന്ന് പറഞ്ഞാൽ അത്രയും ഇനിയൊരു 1000 അടി ഹൈറ്റിലാണെന്ന് തോന്നുന്നത് നിൽക്കുന്നത്. 1000 അടിയല്ല, ഇത് കൂടുതൽ. സുഹൃത്തുക്കളെ, ഇതൊരു വ്യൂ പോയിന്റ് ആണ്. ഇവിടോട്ട് കാറ്റുണ്ട് കേട്ടോ. നല്ല കാറ്റാണ്. എനിക്ക് പേടിയാണ് അങ്ങോട്ട് പോകാനായിട്ട്. ഇവിടെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് നിൽക്കുകയാണ്. സ്റ്റാച്ചു വളങ്ങി നിൽക്കുന്നില്ലേ? നമ്മളൊരു അൺഓതറൈസ്ഡ് ഗൈഡാണ്. ഇവിടെ നമ്മളെ ഇതിന് വേണ്ടിയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പൊ നമ്മുടെ യാത്രയാകുകയാണ് കേട്ടോ. ഹലോ, ഇറങ്ങുന്നു നോക്ക്. കയറ്റം കയറിയപ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു. ഇറക്കമൊക്കെ ഇറങ്ങുമ്പോൾ ഇതുപോലെയാണ് കേട്ടോ. അത് ഈ ടോപ്പിൽ മാത്രമേ ഈ പ്രശ്നമുള്ളൂ. പിന്നെ കസിൻസ് എല്ലാവരെയും സേഫായി താഴെ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. പലരും പേടിച്ച് ഇറങ്ങാതെ ഉയരത്തന്നെ നിന്നായിരുന്നു ആദ്യം. ഇത്രയും ദൂരം നടന്ന് വരുമ്പോൾ ചെറിയ അരുവിയുണ്ട്. ഇവിടെ വെള്ളം കുടിക്കട്ടെ. അതിന്റെ മണ്ടയിൽ ഒരു തേൻ ഇരിപ്പുണ്ട്. കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. നിങ്ങൾക്ക് ആർക്കും പെട്ടെന്ന് കാണാൻ. അതുണ്ട് ഒരു തേൻ കൂട് അതിന്റെ മണ്ടയിൽ ഇരിപ്പുണ്ട്. കാണാമല്ലോ ഗൈസ്. ഇത് പൊന്നൂസാണ് നമുക്ക് കാണിച്ചു തന്നത്. അങ്ങനെ വളരെ വിജയകരമായി ട്രക്കിംഗ് ഒക്കെ പൂർത്തിയാക്കിയിട്ട് മാതാമല കണ്ടു മടങ്ങുകയാണ്. ഇനി അടുത്ത സ്പോട്ടിലോട്ടാണ് യാത്ര.